തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തു നിന്നും ചെളിവെള്ളം വീടുകളിലേക്ക് കുത്തിയൊലിച്ച് ഇറങ്ങി. കനത്ത മഴയെ തുടർന്നാണ് സംഭവം. 50ഓളം വീടുകളിൽ ചെളിവെള്ളം കയറി. ഇതോടെ വീടുകളിൽ താമസിക്കാൻ പോലും കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് വീട്ടുകാർ. ഇപ്പോൾ വീട്ടിൽ ചെളിവെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതം നേരിടുന്ന തളിപ്പറമ്പ് കുപ്പം CS നഗറിലെ KV അബ്ദുള്ളക്കുട്ടി കേരള വിഷൻ ന്യൂസിനൊപ്പം കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നത്. KV അബ്ദുള്ളക്കുട്ടി, എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? KV അബ്ദുള്ളക്കുട്ടി കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ചെളിവെള്ളമടക്കം വീട്ടിലേക്ക് കയറുന്നൊരു ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഒരു പ്രദേശവാസിയാണ് ചേരുന്നത്. ഷിഹാബ് കൊപ്പം ചേരുന്നു. ഷിഹാബ് കൊപ്പം ആ സ്ഥലത്തുണ്ട് എന്ന് കരുതുന്നു. എന്താണ് അവിടെ നിലവിലെ സാഹചര്യം? വീടുകളിലെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? സ്ഥലത്തുണ്ട് വീടുകളിൽ നമുക്കറിയാം, ഇന്ന് രാവിലെ ശക്തമായ മഴയിൽ നമ്മുടെ കുപ്പം പ്രദേശത്ത് കുപ്പം ചുടല ദേശീയപാതയുടെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണത്തിന്റെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ May 20 മുതൽ ഒരു മാസക്കാലമായി ഈ കുപ്പം പ്രദേശത്തുള്ളവർ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ പെയ്ത ശക്തമായ മഴയിൽ പുഴയിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ച് വരുന്നത് പോലെ, മലവെള്ളം വരുന്നത് പോലെയാണ് ഈ പ്രദേശത്തെ ഏകദേശം 60ഓളം വീടുകളിലേക്ക് ദുരന്തം കയറി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നേരത്തെ നിങ്ങൾ പരാതി നൽകിയിരുന്നോ? അധികൃതരുടെ ഒരു വീഴ്ച ഇവിടെ എടുത്ത് സൂചിപ്പിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അധികൃതരോട് പറഞ്ഞിട്ടും ഇടപെടാത്തൊരു സാഹചര്യമാണോ അവിടെ? നമ്മളെ അധികാരികളൊക്കെ കണ്ടതിന് ജില്ലാ കളക്ടറൊക്കെ വന്ന് സന്ദർശിച്ച ഒരു പ്രദേശമായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ ഞങ്ങൾ ഇതിന്റെ അശാസ്യത ചൂണ്ടിക്കാട്ടിയതായിരുന്നു. പിന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ ഇതിന്റെ നിർമ്മാണത്തിലെ പാകപ്പിഴവുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ അന്നേരം ഒക്കെ ഒന്നും നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ദേശീയപാത നിർമ്മാണം തന്നെയാണ് ഇതിന് കാരണം എന്നത് തന്നെ ഉറച്ചു നിൽക്കുന്നു അല്ലേ? എന്താ വെച്ചാൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായി. ഈ ദേശീയപാതന്റെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷമാണ് ഇത്ര രീതിയിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഉണ്ടായത്. ഒരു പക്ഷേ ഒരു മഴ വരുമ്പോൾ ചെറിയ രീതിയിലുള്ള വെള്ളം കയറുന്നതല്ലാണ്ട് വേറെ രീതിയിലുള്ള ഒരു പ്രയാസങ്ങളും ഈ പ്രദേശത്തുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഇവിടെയുള്ളവർ ദുരിതം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അധികാരികളും പഞ്ചായത്ത് അധികാരികളും ഒക്കെ വന്ന് സന്ദർശിച്ച് നമുക്ക് എല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞു പോകുന്നതല്ലാണ്ട് ഇതുവരെ രീതിയിലുള്ള ഒരു ഇതും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഇതുവരെ ചെയ്യാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഷിഹാബിലേക്ക് തന്നെ തിരിച്ചെത്താം. ഷിഹാബ് പോകരുത്. ഇപ്പോൾ നമ്മുടെ കേരള വിഷൻ ന്യൂസ് പ്രതിനിധി റിയാസ് KMR ചേരുന്നത്. റിയാസ്, വളരെ കഷ്ടമാണ് അവിടെയുള്ള പ്രദേശവാസികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവർ പ്രധാനമായും നേരത്തെ തന്നെ അധികൃതരെ ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് പോലും അത്തരത്തിലൊരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് റിയാസിന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ദുരിതമാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പം എന്ന് പറയുന്ന പ്രദേശമാണിത്. കുപ്പത്തെ CH
നഗർ എന്ന് പറയുന്ന പ്രദേശത്തെ 50-ലധികം വീടുകളിലാണ് ഇപ്പോൾ ഈ ചെളിവെള്ളം കുത്തി ഒലിച്ചിറങ്ങി വീടിനകത്തേക്കുൾപ്പെടെ ഈ വെള്ളം ഒഴുകി കയറുന്ന സാഹചര്യമുള്ളത്. വീടിനകത്ത് കയറി അവരുടെ വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറുന്നു. ആ ചെളിയൊക്കെ മഴ കുറയുന്ന സമയത്ത് നീക്കുകയും പക്ഷേ പിന്നാലെ മഴ പെയ്യുമ്പോൾ വീണ്ടും ചെളി വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. വീടിന്റെ അകത്തൊക്കെ കസേരയിട്ട ഭാഗത്തും മറ്റുമൊക്കെയായി ഈ ചെളിവെള്ളം ഇരച്ചു കയറി ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇതിന്റെ തൊട്ടു മുകളിലായാണ് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതിന്റെ സ്ഥലമേറ്റെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ഈ നാട്ടുകാർ പറഞ്ഞിരുന്നു തങ്ങളെ കൃത്യമായി മറ്റിടങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു പാത മറ്റൊരു രീതിയിലേക്ക് മാറ്റുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വലിയ ഭവിഷ്യത്താണ് നേരിടേണ്ടി വരിക എന്നൊരു മുന്നറിയിപ്പ് ഇവർ നൽകിയിരുന്നു. മാത്രമല്ല ഈ കുപ്പം പ്രദേശത്ത് ചുടല, അതായത് ഇത് തളിപ്പറമ്പ് പയ്യന്നൂർ റൂട്ടിലാണ് ഈ ഒരു പ്രദേശം നിലകൊള്ളുന്നത്. ഇവിടെ അതായത് ഇങ്ങനെ ഈ ചെളിവെള്ളം കുത്തിയൊലിച്ചിറങ്ങാനുള്ള സാധ്യതകളൊക്കെ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരെ, ദേശീയപാത അതോറിറ്റി വിഭാഗം അധികൃതരെയായാലും റവന്യൂ വകുപ്പ് അധികൃതരെയായാലും ഒക്കെ ഈ നാട്ടുകാർ തന്നെ നേരത്തെ തന്നെ അവർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷെ അതെല്ലാം അധികൃതർ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ മണ്ണിടിച്ചിലുണ്ടായി വലിയ വാർത്തയായ ഒരു സ്ഥലമാണ്. ഈ മെയ് 20 മുതൽ അങ്ങോട്ടേക്ക് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെല്ലാം തന്നെ കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഇന്ന് മഴ ശക്തമായതോടുകൂടി വലിയ തോതിൽ ഇവിടെ നിന്നുള്ള ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് നിന്ന് ചെളിവെള്ളം കുത്തി ഒലിച്ചിറങ്ങി നമുക്ക് കാണാം ഒരു വലിയൊരു തോട് ഒഴുകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പുഴ ഒഴുകുന്നത് പോലെയായി ആ ചെളിവെള്ളം മുഴുവൻ കുത്തിയൊലിച്ചിറങ്ങി ഈ 60ഓളം വീടുകളിലേക്ക് വന്ന് കയറുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ദുരിതമാണ്. അവർക്ക് ഒരു താമസിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാനോ പറ്റാത്തത്ര ഒരു ഖേദകരമായ ഒരു അവസ്ഥ. ഇത് ഇന്ന് മഴ നിൽക്കുകയാണെങ്കിൽ പോലും 2-3 ദിവസം ഈ വെള്ളം വീട് മുഴുവൻ ശുചീകരിക്കാൻ വേണ്ടി വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അവരെ സംബന്ധിച്ച് ഇത്തരം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ താമസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. വളരെ ഒരു കെടുതിയാണ് ആ പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഷിഹാബ് കുപ്പം അവിടുത്തെ പ്രദേശവാസിയാണ്. അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞതുപോലെ വലിയ ദുരിതമാണ് അവർ അനുഭവിക്കുന്നത്. കാളിദാസ്, തീർച്ചയായും എന്തായാലും റിയാസിലേക്ക് തന്നെ തിരിച്ചെത്തും. നമ്മളിപ്പോൾ വീണ്ടും പ്രദേശവാസിയായ ഷിഹാബ് കൊപ്പത്തിലേക്ക് തന്നെ പോകുന്നു. ഷിഹാബ്, നേരത്തെയും ഈ ഒരു മെയ് 20 ശേഷം ഇത്തരത്തിൽ വലിയൊരു അതിശക്തമായ മഴയിൽ അവിടുത്തെ ആ ഒരു ഭിത്തിയൊക്കെ തകരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മളും കണ്ടതാണ്. അന്ന് മുതൽ ഈ ഒരു ദുരിതം തന്നെയാണ് എന്ന് തന്നെ പറയാമല്ലേ? തീർച്ചയായിട്ടും നമ്മളെന്ന് വെച്ചാല് ഇത് മുന്നേ സൂചിപ്പിച്ചിരുന്നു മഴ തുടങ്ങുന്നതിന് മുമ്പ്. ഏകദേശം വെച്ചാല് മെയ് മാസങ്ങളിൽ തന്നെ ഞങ്ങൾ അധികാരികളോട് ഇത് ആവശ്യപ്പെട്ടിരുന്നു. ചില അശാസ്ത്രീയമായ രീതിയിലാണ് ഈ കുന്നടിക്കുന്നത്. നമുക്കറിയാം മഴയൊക്കെ ആരംഭിക്കുമ്പോഴുള്ള ഒരു വലിയ രീതിയിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളത്. ഞങ്ങൾ ഒരു മാസക്കാലമായി കഴിഞ്ഞ മെയ് 20 മുതൽ ആരംഭിച്ച ഈ ദുരന്തമാണ് ഈ കുപ്പം പ്രദേശത്തുള്ളവർ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഉറങ്ങാത്ത ദിവസങ്ങളാണ് നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് രാവിലെ ഇതാ ശക്തമായ മഴയിൽ ചളിവെള്ളം കുത്തിയൊലിച്ച് വന്ന് രാവിലെ സ്കൂൾ ഇന്ന് കളക്ടർ ലീവ് പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ സ്കൂളിലേക്കൊക്കെ പോകാൻ വേണ്ടി പിന്നെ ചെറിയ കുട്ടികളൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വലിയ ദുരന്തമാണ് ഇന്ന് അനുഭവിച്ചത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പ്രദേശത്തുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കളക്ടറൊക്കെ ഡയറക്റ്റ് അതുപോലെ തഹസിൽദാറൊക്കെ വന്ന് സന്ദർശിച്ച ഒരു പ്രദേശമാണ്. അവർക്കൊക്കെ ഇത് അനുഭവിച്ചതാണ്. എന്താ വെച്ചാൽ ഈ പ്രദേശത്തുള്ളവർ പിന്നെ സങ്കടങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ നേരിട്ട് കണ്ടവരാണ് ജില്ലാ കളക്ടർ അടക്കം. അതോടൊപ്പം ചേരുന്നു ശ്രീ അബ്ദുള്ളക്കുട്ടി. ഇപ്പോൾ താങ്കളുടെ വീടടക്കം വെള്ളം കയറിയ അവസ്ഥയാണല്ലേ? അതെ അതെ അതെ, എന്റെ വീടടക്കം എന്താണ് ഇപ്പോൾ നിലവിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആ വീട്ടിൽ എന്തായാലും നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ആ പ്രദേശവാസികളുടെ ഒരു തീരുമാനം എന്താണ്? നിങ്ങൾ എല്ലാവരും എവിടെയാണ്? ഞങ്ങളിപ്പം ഓരോരാളും ഇപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ട് എല്ലാവരും വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പല വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. ചില വീടുകളിലേക്ക് വെള്ളം ഇറങ്ങി, പിന്നെ ഇറങ്ങിയ വീടുകളിൽ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളണ്ടിയർമാർ. അബ്ദുൾകുട്ടി, അപ്പോൾ നേരത്തെയും ഇതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ അറിയിപ്പ് അല്ലെങ്കിൽ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നേരത്തെ തന്നെ അധികൃതർക്കൊക്കെ സൂചനയൊക്കെ നൽകിയിരുന്നു ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായേക്കും, എന്നിട്ടും അധികൃതർ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല അല്ലേ? ഇല്ല, നോക്കിയില്ല. കഴിഞ്ഞ 20-ാം തീയതി മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ കൃത്യമായി
എല്ലാ വീടുകളിലും വെള്ളം കയറിയപ്പോൾ അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. അവർ വന്ന് 27-ാം തീയതി ഈ വെള്ളം വരുന്നത് തടയുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇപ്പം ഈ അവസ്ഥ കാണുന്നില്ല, ഓരോ വീടിന്റെ അവസ്ഥ ഇതാണ് ഉള്ളത്. അബ്ദുൾകുട്ടി, അതേപോലെ ആ ഒരു മണ്ഡലം എന്ന് പറയുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലമാണ്. അപ്പോൾ ഒരു MLA, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കൊക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടതല്ലേ ജനപ്രതിനിധിക്ക്? എന്നിട്ടും എന്തുകൊണ്ടാണ് ജനപ്രതിനിധി ഇപ്പോഴും ആ ഒരു മണ്ഡലത്തിൽ കാര്യമായ ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനമൊന്നും എടുക്കാത്തത്? എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇവിടുത്തെ മണ്ഡലം MLA ആണ്. ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ മണ്ഡലത്തെയാണ്, ഈ വാർഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പക്ഷേ അവരൊന്നും ഈ സമയം വരെ ഞങ്ങളെ വന്ന് കാണുവാനോ ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനോ അല്ലെങ്കിൽ അന്വേഷിക്കുവാനോ ഇതുവരെ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. അബ്ദുള്ളക്കുട്ടി, അതേപോലെ കഴിഞ്ഞ മാസം മെയ് അവസാനമായിരുന്നു ഇതേപോലെ അവിടെ ഇങ്ങനെ മണ്ണിടിഞ്ഞ് അവിടുത്തെ ആ ഒരു സംരക്ഷണ ഭിത്തിയൊക്കെ ഇടിഞ്ഞു പോകുന്നതൊക്കെ കണ്ടിരുന്നു. ദേശീയപാത അതോറിറ്റി അധികൃതരും വേണ്ട നടപടിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആ വഴിക്ക് ദേശീയപാത അതോറിറ്റി അധികൃതരെ കണ്ടിട്ടില്ല എന്നുള്ളതും കേൾക്കുന്നു. ശരിയാണോ? അതേ, കണ്ടിട്ടില്ല. അവര് 2 ട്രിപ്പറും അതുപോലെ തന്നെ ഇറ്റാച്ചിയും വെച്ച് കുറച്ച് മണ്ണ് നീക്കിയതല്ലാതെ വേറൊരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല. ശരി, അപ്പോൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് ഇനി നിങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത്? ഞങ്ങൾ ഇതേമാതിരി തുടരുകയാണെങ്കിൽ നാഷണൽ ഹൈവേ തടയാൻ തന്നെയാണ് തീരുമാനം. കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. 19 വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത്. രാവിലെ തഹസിൽദാർ വന്നിട്ട് നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് പോയതാണ്. മറ്റ് MLA നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. അവരൊന്നും ഇതുവരെ ഈ കാര്യത്തിൽ ഒരു തിരിഞ്ഞോട്ടം പോലും നടത്തിയിട്ടില്ല എന്നത് ഖേദകരമാണ്. ശരി, നന്ദി ശ്രീ KV അബ്ദുള്ളക്കുട്ടി. എന്തായാലും താങ്കളുടെ ആ ഒരു ദുഃഖത്തിൽ കേരള വിഷനും പങ്കുചേരുന്നു. താങ്കൾ സുരക്ഷിതമായിരിക്കുക. താങ്കളുടെ വീടൊക്കെ കൃത്യമായി വൃത്തിയാക്കി വീണ്ടും അതൊരു വാസയോഗ്യമാക്കാൻ, എത്രയും പെട്ടെന്ന് വാസയോഗ്യമാക്കാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളിലേക്കും ഈ ഒരു വിവരം നമ്മൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. KV അബ്ദുള്ളക്കുട്ടിയുടെ അടക്കം ശബ്ദം അങ്ങ് നിയമസഭ വരെ കേൾക്കട്ടെ എന്നുള്ളതും കൂടിയാണ്. ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ളൊരു മറുപടി ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുമാണ് ഇനി നമുക്ക് പ്രധാനമായും മറുപടി വേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ വീടുകളിലൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യം. KV അബ്ദുള്ളക്കുട്ടിയുടെ വീടടക്കം വെള്ളം കയറിയിരിക്കുന്നു. മെല്ലെ മഴയൊന്ന് കുറഞ്ഞൊരു സമയമായതുകൊണ്ട് ഇപ്പോൾ പതുക്കെ വീടുകളൊക്കെ വൃത്തിയാക്കി തുടങ്ങിയിരിക്കുന്നു. എന്നിരുന്നാലും ഇതിങ്ങനെ തുടർന്നാൽ ശരിയാവില്ല. പ്രദേശവാസികളും ഇനി പ്രക്ഷോഭത്തിലേക്ക് കടക്കും. ദേശീയപാത തടയൽ പ്രക്രിയ വരെ, അല്ലെങ്കിൽ ദേശീയപാത തടയുന്ന ചില പ്രതിഷേധങ്ങൾ വരെ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അധികൃതർ കണ്ണ് തുറക്കുന്നത് വരെ തങ്ങൾ പ്രതിഷേധിക്കുമെന്നുള്ളത് തന്നെയാണ് KV അബ്ദുള്ളക്കുട്ടിയും പറഞ്ഞിരിക്കുന്നത്. റിയാസ് KMR ഉണ്ട്. റിയാസ്, ഇത് തന്നെയാണ് പറയുന്നത്. കാരണം ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. ദേശീയപാത തടയും ഞങ്ങൾ എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. തീർച്ചയായും കാളിദാസ്, അങ്ങനെ ഒരു ഗതികേടിലേക്ക് തളിപ്പറമ്പ് കുപ്പം CH നഗറിലെ ജനങ്ങൾ എത്തിപ്പെടുന്നു എന്നുള്ളത് അവരുടെ ദുരിതമാണ് നമ്മളെ വ്യക്തമാക്കുന്നത്. ആ മനുഷ്യർ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ ഈ മെയ് 20 ഉണ്ടായ മണ്ണിടിച്ചിലിന് പിന്നാലെ തന്നെ ജനങ്ങൾ അവരുടെ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധം, അവിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരത്തിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും ഈ അധികൃതരുടെ കണ്ണ് തുറന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് ഈ മഴയിൽ കുത്തിയൊലിച്ച് ഇറങ്ങിയ 60ഓളം വീടുകളിലെ ഈ വെള്ളം, 60ഓളം വീടുകളിൽ അകത്തേക്ക് കയറിയ ഈ വെള്ളം വ്യക്തമാക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം അനിവാര്യമാണ്. അതുകൊണ്ട് അധികൃതർ കണ്ണ് തുറന്നേ മതിയാകും. അത് സ്ഥലം MLA MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഇതുവരെ MLA അവിടത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് നാട്ടുകാർ തന്നെ ആരോപിക്കുകയാണ്. ആ ആരോപണത്തിന് പരിഹാരമുണ്ടാക്കേണ്ടത് സ്ഥലം MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെയും മറ്റു ജനപ്രതിനിധികളുടെയും ആവശ്യമാണ്. അതിൽ കൃത്യമായ ഇടപെടൽ അവർ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടൽ കൂടിയാണ് ഈ വാർത്ത എന്നുള്ളതാണ്. ഈ വാർത്തയിലൂടെ അവർക്ക് ഒരു പരിഹാരം താൽക്കാലികമായെങ്കിലും ഉണ്ടായാൽ അത് വലിയ ആശ്വാസമാണ്. പക്ഷേ താൽക്കാലിക പരിഹാരമല്ല, അതിനപ്പുറത്ത് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. എല്ലാ മഴക്കാലത്തും നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ദേശീയപാത നിർമ്മിച്ചു എന്നത്
എന്നതിന്റെ പേരിൽ എല്ലാ മഴക്കാലത്തും ഇങ്ങനെ വീട് മാറി പോകേണ്ടുന്ന ഒരു ഗതികേട് ഒരു നാട്ടുകാർക്കും ഉണ്ടാവരുത്. വികസനം അനിവാര്യമാണ്, പക്ഷേ വികസനത്തിന്റെ പേരിലുള്ള ഒരു മറുവശം ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഗമായി നടക്കുന്ന ഈ ഒരു പ്രശ്നം, ഇതിന് കൃത്യമായ പ്രതിസന്ധിക്കുള്ള പരിഹാരം കണ്ടെത്താൻ അധികൃതർ തയ്യാറാവണം. അല്ലാതെ വെറുതെ ഫോട്ടോ എടുത്ത് പോയി ഒരു റിപ്പോർട്ട് സമർപ്പിക്കലല്ല ഉദ്യോഗസ്ഥന്റെ ജോലി എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് കൃത്യമായി ശാശ്വതമായ പരിഹാരം അതിന്റെ കരാർ കമ്പനിക്ക് അടക്കം അവരുടെ പക്കൽ നിന്നടക്കം ഇവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അല്ലാതെ നാട്ടുകാർ എല്ലാ ദിവസവും മഴ പെയ്ത് ഈ ചെളിവെള്ളം വീടിനകത്തേക്ക് കയറി ആ ചെളി ഊരി മാറ്റേണ്ടുന്ന ഗതികളിലേക്ക് എത്തലല്ല യഥാർത്ഥമായി വേണ്ടത്. ഇതിൽ കൃത്യമായൊരു പരിഹാരമുണ്ടാകട്ടെ. അതിൽ നാട്ടുകാർക്കും പഞ്ചായത്തിനും അല്ലെങ്കിൽ MLAയ്ക്കും മറ്റ് ജില്ലാ പഞ്ചായത്തായാലും അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലം MP കെ സുധാകരൻ അടക്കമുള്ളവർക്ക് ഇടപെടേണ്ടതുണ്ട്. അവർ ഇടപെടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാളിദാസ്, തീർച്ചയായും റിയാസെ, അവർ ഇടപെടുന്നത് വരെ നമ്മൾ ഈ വാർത്തയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. CH നഗറിലെ ജനങ്ങൾക്കൊപ്പം, കുപ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് നമ്മൾ. ഇതിനൊരു പരിഹാരം കാണുന്നത് വരെ നമ്മൾ ആ ജനങ്ങൾക്കൊപ്പം തന്നെയായിരിക്കും. അവരൊരു പ്രക്ഷോഭം വെച്ച് കഴിഞ്ഞാൽ കുറ്റം പറയാനാകില്ല എന്നുള്ളതും കൂടിയുണ്ട്. അത്തരത്തിലൊരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് ആ ഒരു പ്രദേശവാസികൾ എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും മഴയാണ്, ശക്തമായ മഴയാണ് ഇതിനൊക്കെ മൂല കാരണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കണ്ണൂരൊക്കെ ഓറഞ്ച് അലേർട്ടാണ്. കോഴിക്കോടും അതോടൊപ്പം തന്നെ ശക്തമായ മഴ തുടരുകയാണ്. മഴയെ തുടർന്ന് വിലങ്ങാട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. താമരശ്ശേരി ചുരത്തിൽ 9ാം വളവിൽ അപകട ഭീതി ഉയർത്തുന്ന സ്ഥലത്ത് പോലീസും ചുരം സംരക്ഷണ സമിതിയും കല്ല് വെച്ചും റിബൺ കെട്ടിയും അപകട സൂചനയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. റിയാസ, എങ്ങനെയാണ് വിലങ്ങാട്ടെ സാഹചര്യം? ആ ഒരു സാഹചര്യം ഇനിയും ബാധിത മേഖലയാണ്. വയനാട് സമയത്ത് അതിന് അവധി നൽകിയിട്ടുണ്ട്. നേരത്തെ അവധിയായിരുന്നില്ല. പക്ഷേ ഇന്ന് മഴ ശക്തമാണ്. രാവിലെ ഒരു 10 മണി വരെ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ യെല്ലോ അലർട്ടായിരുന്നു. രാവിലെ ഒരു 10 മണി വരെ കാലാവസ്ഥ പെരുമാറിയത് യെല്ലോ അലർട്ട് പോലെ തന്നെയാണ്. കാരണം കാര്യമായ മഴയൊന്നും ഇല്ലാതെ നിന്നു. പക്ഷേ 10 മണി കഴിഞ്ഞ് റെഡ് അലർട്ട് എന്ന രീതിയിലാണ് കാലാവസ്ഥയുടെ പെരുമാറ്റം കാണുമ്പോൾ തോന്നുന്നത്. അത്രയും ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലായാലും മലയോര മേഖലയിലായാലും ഒക്കെ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഒപ്പം തന്നെ താമരശ്ശേരി ചുരത്തിൽ ഒരു മരം കടപുഴകി റോഡിലേക്ക് വീഴാൻ നിൽക്കുന്ന വിധത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, അത്രയും ആവശ്യമായിട്ടുള്ള യാത്രകൾ മാത്രം നടത്തുക. പക്ഷേ അപ്പോൾ പോലും 2-3 മണിക്കൂർ ഗതാഗത കുരുക്ക് ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി താമരശ്ശേരി ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ നൽകുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. വയനാട്ടിലേക്ക് പോകേണ്ടവർ പരമാവധി കുറ്റ്യാടി ചുരത്തെ ഉപയോഗപ്പെടുത്തണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഈ താമരശ്ശേരി ചുരത്തിന്റെ 8ാമത്തെയും 9ാമത്തെയും വളവിൽ അപകട ഭീതിയിലായ മരം ഇന്ന് മുറിച്ചു നീക്കാനാണ് താമരശ്ശേരി ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും അഗ്നിരക്ഷാസേനയും എല്ലാം തന്നെ ശ്രമം തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 2-3 മണിക്കൂർ ഗതാഗത കുരുക്ക് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൃത്യമായി ജനങ്ങൾ അത് പാലിക്കണം. ഒപ്പം തന്നെ കോഴിക്കോട് നഗരത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെല്ലാം തന്നെ വെള്ളക്കെട്ട് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തീരദേശവാസികളെ സംബന്ധിച്ച് ശക്തമായ കാറ്റ് ഇടയ്ക്കിടെ വീശുന്നത് അവർക്ക് വലിയ ഒരു ഭീതി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ഫ്രണ്ട് ഓഫീസിന്റെ ചില്ല് ശക്തമായ കാറ്റിൽ തകർന്നത് നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ ദുരന്തങ്ങൾ, അപകടങ്ങൾ ഇനി ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോഴും ജാഗ്രതാ നിർദ്ദേശം കർശനമായി തന്നെ നൽകുകയാണ് അധികൃതർ. ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. കാളിദാസ്, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച്. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയാണ് എന്നുള്ളതും കൂടിയാണ് ലഭിക്കുന്ന വിവരം. താമരശ്ശേരി ചുരത്തിൽ മരം കടപുഴകി വീഴുന്ന സാഹചര്യമൊക്കെയാണ്